ഒരാൾ അദ്ദേഹത്തിൻ്റെ മുഖം ഭംഗിയാക്കൽ കൊണ്ടോ വസ്ത്രധാരണ മികച്ചതുകൊണ്ടോ അവൻ പൂർണ്ണാർത്ഥത്തിൽ സൗന്ദര്യവാനാകുന്നില്ല. മറിച്ച് അവൻ്റെ വാക്കിംഗ് സ്റ്റൈലും കൂടി പരിഗണിക്കുമ്പോൾ മാത്രമാണ് അവൻ പരിപൂർണ്ണ സൗന്ദര്യവാനാകുന്നത്. അത്തരത്തിൽ സൗന്ദര്യത കൈവരിച്ചത് നമ്മുടെ മുത്തുനബി മാത്രമാണ്. മുത്തുനബിയുടെ നടത്തത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം: മാ റഅയ്തു അഹദൻ അസ്റഅ ഫീ മശീഹി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയേക്കാൾ വേഗതയിൽ നടക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ശേഷം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്: കഅന്നമൽ അർളു തുത്വാ ലഹു. ഭൂമി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചുരുട്ടപ്പെട്ടതുപോലെയുണ്ട്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദീർഘമുള്ള വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കവർ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. മുത്തുനബിയുടെ നടത്തത്തിൻ്റെ രീതിയെപ്പറ്റി അലി റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് പറയുന്നുണ്ട്, ഇങ്ങനെ പറയുന്നുണ്ട്: കാന ഇദാ മശ തഖല്ലഅ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുമ്പോൾ കാൽപാദം ഉറച്ചുകൊണ്ടാണ് വെക്കുന്നത്. അതിൻ്റെ ഉപമയായിട്ട് അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്: കഅന്നമാ ഖത്തു ഫീ സബബിൻ. മലഞ്ചെരുവിൽ നിന്ന് ഒരാൾ എങ്ങനെയാണോ ഇറങ്ങുന്നത് അതേ സൂക്ഷ്മതയോടെ കൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽപാദം വെക്കാറുള്ളത്. ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടത്തം അശ്രദ്ധമായ ഒരു നടത്തമായിരുന്നില്ല, മറിച്ച് പൂർണ്ണാർത്ഥത്തിൽ ബോധ്യത്തോടു കൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ നടത്തവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ യാത്രയും പൂർണ്ണ ബോധ്യത്തോടുകൂടെ പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ യാത്ര ചെയ്യാൻ ശ്രമിക്കുക.